മാണിക്കച്ചിറകുള്ള മാറത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശപ്പുഴ നീതി കുതിച്ചുപോയി. കണ്ടു മലനിര, കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും തന്തിനത്താനേ താനാനേ, തന്തിനത്താനിന്നാനിന്നാനേ. കണ്ടു വാഗപ്പൂവിൻ കുട, കണ്ടു മണിയിലങ്ങി തറകളും, മാനോടുന്നുണ്ടേ തേൻ കൂടുന്നുണ്ടേ, കിളികൾ പലകുണ്ടേ. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വര തിരുനാമത്തിൽ നിഗീഢലോകങ്ങൾക്കു മേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ വിധത്തിലും ഈ മഹനീയ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. കാരണം നമ്മളൊക്കെ ഇപ്പോൾ പിരിഞ്ഞിട്ട് 37 വർഷങ്ങളായി അല്ലേ. പലരെയും, അതായത് ഈ ഗ്രൂപ്പ് ഒന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചപ്പോൾ പ്രധാനമായിട്ടുണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട്, ഒരാളുടെയും കോണ്ടാക്റ്റ് ഇല്ല. കാരണം നമ്മളൊന്നും പിരിഞ്ഞ സമയത്ത് നമുക്കൊന്നും വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല. നമ്മൾ പഠിച്ച സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു പോയപ്പോഴുള്ള ഒരു സ്കൂളല്ല നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ പഠിച്ചു പോയതിനു ശേഷം പലരും പലരുടെ പ്രയത്നം കൊണ്ടും ഈ സ്കൂൾ വളരെ വ്യത്യാസങ്ങൾ, ഇന്നലെ തന്നെ കഴിഞ്ഞ ആനിവേഴ്സറി കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്രൈവറ്റ് സ്കൂളുകൾ നല്ലൊരു ഫീസ് ഈടാക്കിയിട്ട് അവർ നടത്തുന്ന പ്രോഗ്രാമിനേക്കാളും വളരെ ഗംഭീരമായിട്ടാണ് ഇന്നലെ ഞാൻ ഇവിടെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയത്. മെയ്യിലോ അല്ലെങ്കിൽ ഏപ്രിലോ ആ വയസ്സ് തികച്ച് സാറ് എഴുതിയിട്ടുണ്ട്, അതാണ് സത്യം. അപ്പോൾ അതുവരെ ചെയ്തിരുന്നത് സാറായിരുന്നു. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോലും പല മാതാപിതാക്കൾക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ആ സ്കൂളിൽ നമ്മളെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവർ അക്ഷരം പഠിപ്പിച്ചു, എഴുതാൻ പഠിപ്പിച്ചു, വായിക്കാൻ പഠിപ്പിച്ചു അല്ലേ. നമ്മളിലുള്ള ആ പ്രതിഭയെ പുറത്തു കൊണ്ടുവന്നു. അല്ലെങ്കിൽ എന്താ പറയുക, ആരോ പറഞ്ഞ പോലെ എല്ലാ കല്ലിലും ശില്പമുണ്ട്. അതൊരു ശില്പി അവൻ്റെ പണിയായുധങ്ങൾ വെച്ചിട്ട് അത് കൊത്തുമ്പോഴാണ് ആ ശില്പം പുറത്തു വരുന്നത്. ഇവിടെ നമ്മളുടെ ശില്പി നമ്മളുടെ അധ്യാപകരാണ്. അവർ ഓരോരുത്തരിലും പലതരം കഴിവുകളായിരുന്നു. അതെല്ലാം അവർ പുറത്തു കൊണ്ടുവന്നു. നമ്മൾ അവർക്ക് ആർക്കും പ്രത്യേകിച്ച് ഒരു ഫീസും നൽകിയിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും നമ്മൾ യൂസ് ചെയ്തതെന്നല്ലാതെ നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടിയതായിട്ടേ ഉള്ളൂ. നമ്മളൊന്നും നമ്മുടെ സ്കൂളിന് വേണ്ടി കൊടുത്തില്ല. നമ്മൾ അത്ര മോശക്കാരല്ലാത്ത രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കണ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിന് തുടക്കക്കാർ നമ്മുടെ അധ്യാപകർ തന്നെയാണ് അല്ലേ. കാരണം എല്ലാം അവർ തന്നെയാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മളുടെ മാതാപിതാക്കളെ പോലെ അല്ല, ടീച്ചേഴ്സ് നമ്മളുടെ അമ്മമാരെ കൂട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒരു ഗൃഹസന്ദർശനം അല്ലെങ്കിൽ ടീച്ചർമാരെ അവിടെ ചെന്ന് ആദരിക്കൽ, ഒരു ബഹുമാനം, അങ്ങനെ ആകാം എന്ന് കരുതി പറ്റുന്നവർക്കെല്ലാം അവിടെ പോകാം, അവരെ നമ്മൾക്കൊന്ന് ആദരിക്കാം. ഇത്രയും നേരം നിങ്ങൾ എന്നെ സഹിച്ചതിന് വളരെയധികം നന്ദി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സഹപാഠികൾക്ക് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക്, അവരുടെ ഫാമിലികൾക്ക് ഇവിടെ വന്നതിനും സഹകരിച്ചതിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഞാൻ താഴത്തേക്ക് ഇറങ്ങി നിന്ന് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു ഭയങ്കര ഡിസ്റ്റൻസ് നിങ്ങളായിട്ട് തോന്നുന്നു. ഞാൻ താഴത്തേക്ക് ഇറങ്ങാം. ഇവരുടെ ഒപ്പം നിന്നിട്ട് നമ്മളങ്ങനെ സ്റ്റേജിൽ കയറി നിൽക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കാരണം നമ്മൾ അങ്ങനെ പ്രത്യേകം ആദരിക്കേണ്ടവരോ ആശംസ പറയേണ്ടവരോ സ്വാഗതം പറയേണ്ടവരോ എല്ലാവരും അല്ല. നമ്മൾ അങ്ങോട്ട് കലവില കൂടി, ബുഷറ കലവിലയുടെ മെയിൻ ആൾ അവിടെ കയറി ഇരിക്കുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷം. എന്നെന്നും നിലനിൽക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
ഓക്കെ, ശരിക്കും ഇപ്പോൾ ഈ 37 വർഷം എന്ന് പറയുമ്പോൾ കാലം കുറേ മാറിയിട്ടുണ്ട്. നമ്മൾക്കൊക്കെ മാറ്റം വന്നു. ഇപ്പോൾ നമ്മുടെ വഹാബ് പറഞ്ഞല്ലോ, ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മാഷ്ക്ക് തെറ്റിയിട്ടുണ്ടെന്നാണ്. മാഷ് കുറച്ച് പ്രായം കയറ്റി പറഞ്ഞത് കൊണ്ടാണ് പ്രായം തോന്നണത്. ശരിക്കും അത്രയൊന്നും ആയിട്ടില്ല. സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 5 വയസ്സാവണമല്ലോ, അപ്പോൾ 3.5 വയസ്സുകാരനെ പിടിച്ചാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് കണ്ടത്. ഇപ്പോഴും കറുത്ത നിര വന്നിട്ടേ ഇല്ല എന്ന് തോന്നുന്നു പലർക്കും. നമ്മുടെ നൂറുദ്ദീൻ്റെ മുടി കണ്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ പിടിച്ചു, ഓ പഴയ മുടി, പഴയ ഹെയർ സ്റ്റൈൽ, ഒന്നും മാറിയില്ലോടാന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, കരീം മാറ്റം വന്നിട്ടില്ല. പലരും, സുജാത, ഞാൻ ഒന്ന് പേരെടുത്ത് ചോദിച്ചു, സുജാത പോയിട്ടോ. എന്തായാലും കാലം മാറി, നമ്മൾക്ക് നരകൾ വന്നു തുടങ്ങി. നമ്മുടെ ശരീരഘടനയിൽ ആ നിഷ്കളങ്കത തന്നെ നമുക്ക് മാറിയിട്ടുണ്ട്. കുട്ടിത്വത്തിൻ്റെ നിഷ്കളങ്കതകളൊക്കെ മാറി. വഹാബ് പറഞ്ഞ മാതിരി പലരും വലിയ ബിസിനസ് രംഗത്ത് നല്ല ഉയർന്നവരുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് അഭിമാനത്തോടു കൂടി നമ്മുടെ പ്രിൻസിപ്പാള് വരെ എത്തിയ വലിയ വേറെ ആരെങ്കിലും അങ്ങനെ ഒഫീഷ്യൽ ലെവലിൽ ഉയർന്നു നിൽക്കുന്ന, പിന്നെ സുനിൽ ഗോഡ് KSEBയിലുണ്ട്. എന്തായാലും ആ തലത്തിൽ മാത്രമല്ല പല രംഗത്തും, കച്ചവട രംഗത്ത് അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിച്ചവരുണ്ട്. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ 37 വർഷം ഇങ്ങനെ കനലായി എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു സൗഹൃദമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും അതൊരു ജ്വാലയായി, ഒരു പ്രകാശമായി, ഈ കാണുന്ന പ്രകാശിതമായ ഒരു അന്തരീക്ഷം നമ്മളിൽ നിന്ന് വന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് എന്ന് നജിയ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ കാണാതെ എഴുതി പഠിച്ച് വന്നതാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം വഹാബ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു അവൻ നിർത്തൂല, എഴുതി വന്നത് മുഴുവൻ പ്രസംഗിച്ചിട്ടേ അവൻ നിർത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല കേട്ടോ, പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ആശയം, പ്രസംഗിക്കാൻ പോലും ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ്. എന്തായാലും ഞാൻ നിർത്തുന്നു, വലിയ സന്തോഷം. ഈ സന്തോഷങ്ങൾക്കിടയിലും കൊച്ചു കൊച്ചു നൊമ്പരങ്ങൾ നമ്മുടെ മനസ്സുനിത. ഓക്കെ, ഞാൻ കണ്ടു കേട്ടോ, ഒന്ന് വിഷയം വിട്ടുപോയതാണ്, ഓർമ്മയുണ്ട്. ഓക്കെ, നമ്മുടെ മറിയത്തിൻ്റെ കഥ കേട്ടു, പലതും. അനീസ അല്ലമീൻ എന്തായി? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നമ്മുടെ ഇന്ന് ഈ പരിപാടിയിൽ വരേണ്ടതാണ് അല്ലമീൻ. ഇന്നലെ ചെറിയൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ചെറുതും വലുതുമായ വ്യക്തിപരവും കുടുംബപരവുമൊക്കെ ആയ, അത്രയും പഠിച്ചു വെച്ചിട്ടുള്ളൂ. നിർത്തണ്ട, കുറച്ചും കൂടെ നീട്ടൻ. ഈ പഠിച്ചു വെച്ചത് തന്നെ പറഞ്ഞ് കിടങ്ങേറാവണ്. എന്തായാലും ചെറിയ ചെറിയ നൊമ്പരങ്ങൾക്കിടയിലും ഈ സന്തോഷം പങ്കുവെക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവരും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പലരും ചോദിക്കാറുണ്ട്, സജീദ് കേൾക്കാൻ വേണ്ടി പറയാണ്. സജീദ് ഇപ്പോൾ കേൾക്കണ്ടാവുമല്ലോ, ലൈവിലുണ്ടാവുമല്ലോ. ഇതാണ് ഇവൻ്റെ സ്വഭാവം. ഇവൻ സെക്കൻഡുകൾ കൊണ്ട് ആളുകളെ കയ്യിലെടുക്കും. അതാണ് ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും ഇവിടെ കണ്ടത്. വളരെ സന്തോഷം. പിന്നെ ഈ ഒരു കൂട്ടായ്മ ഇതിൽ പിന്നെ സംസാരിക്കാനും ഒരവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ ഇത്ര ഒഫീഷ്യലായി പോട്ടെ, സോറി, എനിക്ക് അറിഞ്ഞൂടെ ഈ നജീബ് പറയണമല്ലോ പറയാനായിട്ട്. അപ്പോൾ എന്നാലും നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ അതിൻ്റെ ഭാരവാഹികളോട്, പ്രത്യേകിച്ച് അഡ്മിൻ ഗ്രൂപ്പിലെ വഹാബ്, സുനിൽ ഘോഷ്, ഇവരെല്ലാവരോടും തന്നെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പേര് പറയണമെന്ന് പറഞ്ഞ റഷീദിനോട്. റഷീദ് പോയാ? അപ്പോൾ അവരോടെല്ലാവരും തന്നെ ഞാൻ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കണ്ടു വാഗപ്പൂവിൻ കുട. നജീബ് നാളെ ഒരു ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞു, ഈ ചില ആളുകൾ വളരെ സരസമായിട്ട് പറഞ്ഞ 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആളുകൾ എൻ്റെ അടുത്ത് വെള്ളം മന്ത്രിച്ചു ഓതാൻ തരും. അപ്പം ഞാൻ ഈ ഹോമിയോ മരുന്നും പാരസെറ്റമോളൊക്കെ ഇടയ്ക്ക് അങ്ങനെയുള്ള ലെറ്ററെടുക്ക് വൈദ്യമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു ഹ്യൂമർ സെൻസ് ഉണ്ട്. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൽ ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ വിശ്വാസത്തിന് വെള്ളം തന്നെ ചെയ്യുക എന്നത് പറഞ്ഞപ്പോൾ എനിക്കതിൽ വളരെ രസകരമായി തോന്നി. അപ്പോൾ ആ വിശ്വാസത്തിൽ അവൻ ആ ധൈര്യത്തിൽ തന്നെ ഇവിടെ ഇന്ന് വേറൊരു കാര്യം പറഞ്ഞു. നിങ്ങളിപ്പോൾ നജിയ പറഞ്ഞതുപോലെ തന്നെ പുള്ളി കാസർഗോഡാണല്ലോ പറയുന്നത്, പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ ഡയലോഗൊക്കെ വിട്ടത്. എന്തായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമുക്കധികം സമയം കളയാനില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷം വഹിച്ച നമ്മളുടെ പ്രിയപ്പെട്ട ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യാദൃച്ഛികമെന്നോണമായിരിക്കാം ആ ഒരാളുടെ നമ്പർ വെച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിയ നമ്മളുടെ പ്രിയപ്പെട്ട അഡ്മിൻ, നമ്മുടെ
വഹാബ്. ഞാൻ ഇടയ്ക്ക് ഗ്രൂപ്പിൽ പറയാറുണ്ട്, പേരിങ്ങനെ പറയാൻ ആലോചിക്കുമ്പോൾ ഞാൻ മറന്നു പോകുന്നു. അതെൻ്റെ ഒരു അസുഖമാണ്. വഹാബിന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിലും ഈ ഗ്രൂപ്പിൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്ക് വളരെ സരസമായ രീതിയിൽ ഒരു ആശംസ പ്രസംഗം നടത്തിയ നമ്മളുടെ കാസർഗോഡ് പള്ളിയിലെ കുത്തബ പറയുന്ന ഖത്തീബ്, ബിസിനസ്മാൻ. ഏറ്റവും രസകരമായ കാര്യം, ഈ ഖത്തീബാണ് അവിടെ കോളേജോ സ്കൂളോ ഏതാണ്ടൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നജിയ റിട്ടയർഡായി കഴിയുമ്പോൾ നജിയയ്ക്കൊരു ജോലി അവിടെ നജിയ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നജിയ അവനെ എപ്പോഴും പൊക്കിയാ പറയുള്ളൂ ഗ്രൂപ്പിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ കാരണം അത് തന്നെയാണ്. എന്തായിരുന്നാലും പ്രിയപ്പെട്ട നജീബിന് ഈ യോഗത്തിൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. മാടപ്രാവേവാ ഒരു കൂടു കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി വരവേൽക്കയായി വാ. മാടപ്രാവേവാ ഒരു കൂടു കൂട്ടാൻ വാ. താങ്ക് യു വെരി മച്ച്. നമസ്കാരം, എൻ്റെ പേര് സുഹറ ബീവി. ഞാൻ ബുഷറ. ഞാൻ ബുഷ്റ നൗഹർഷ. എൻ്റെ സ്വന്തം വീട് മഹിളാലയത്ത്. എൻ്റെ പേര് ഹസീന. എൻ്റെ പേര് നജിയ. എൻ്റെ പേര് ബീന. എൻ്റെ പേര് സൗദ. എൻ്റെ പേര് നെജുമ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുനിത. ഞാൻ രേഖ. എൻ്റെ പേര് ആവിദ മുഹമ്മദ്. എൻ്റെ പേര് രാജീവ. എൻ്റെ പേര് ലൈല. എൻ്റെ പേര് സീനത്ത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുംതാസ്. എൻ്റെ പേര് ഷൈല. എൻ്റെ പേര് റുഹ്മ. അപ്സരസുകൾ നിന്റെ ദാസികൾ, തേരിറങ്ങി വന്ന രാജകന്യോ, ദേവലോക നർത്തകിയാം മങ്കയോ. അയ്യോ മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുരസുന്ദരി. നല്ല ചരിതം കഥയിലതമയന്തിയോ, കണ്ണാശ്രമത്തിൽ കാവ്യ ശകുന്തളയോ, ഓമർഗയാവിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ. കുമാരൻ സമീറിന്റെ പൂമാല ചൂടിയ പെണ്ണ്, പുതുമാരൻ സമീറിന്റെ പൂമാല ചൂടിയ പെണ്ണ്. നെഞ്ചത്തിനിടിപ്പുണ്ടോ കരളുള്ളിൽ തുടിപ്പുണ്ടോ പഞ്ചാര ചിരിയുള്ള മുത്ത് മോളെ. കണ്ണുള്ളിൽ തുടിപ്പുണ്ടോ കരളുള്ളിൽ തുടിപ്പുണ്ടോ പഞ്ചാര ചിരിയുള്ള മുത്ത് മോളെ. പുതുമാരൻ സമീറിന്റെ പൂമാല ചൂടിയ പെണ്ണ്, പുതുമാരൻ സമീറിന്റെ പൂമാല ചൂടിയ പെണ്ണ്, പുതുമാരൻ സമീറിന്റെ പൂമാല ചൂടിയ പെണ്ണ്.
പെയ്ത പുലർവേളയിൽ ഞാൻ മഴവില്ലിവളായി മാറി മിന്നൽ കഞ്ചിമ്മും താരം പോലെ എന്നിൽ ചേരാമോ എൻ കണ്ണേ ഹേമന്തവൻ കൈക്കുമ്പിളിൽ നിലാപ്പൂവു നീ പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളി പാടുന്ന പാട്ടിൻ്റെ കാതിൽ കളിയോടുന്ന നിന്നോലെ അതിലോലം അനുരാഗ തീന്മാരിയ താങ്ക്സ് താങ്ക്സ് ലോട്ട്. സമ്പാദ്യ പൊരുളിന്മേൽ പങ്കേകി സക്കാത്തിൻ പരപുണ്യം നേടേണം പകൽ നേരത്തുമിനീരും കൂട്ടാതെ പരിപൂർണ വ്രതമാസം കൂടേണം റബ്ബിൻ മൊഴിമുത്തിൻ മണികളെ മാനിക്കേണം റബ്ബിൻ മൊഴിമുത്തിൻ മണികളെ മാനിക്കേണം പരിശുദ്ധ ഖുർആൻ വ്രതശുദ്ധിയോടോദണമെല്ലാരും ചന്ദ്രചുണ്ടിൽ പൊൻപിറ കണ്ടു റംസാൻ നോമു മുതൽ ചൊവ്വാലിൻ പിറ കാണും വരെയും തറാവീ നമസ്കാരം. ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളീ ഗായകൻ. ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളീ ഗായകൻ. മാപ്പിളപ്പാട് കയ്യടി. മധുവന പൂവല്ലേ നറുനിലാപ്പൂമോളല്ലേ മധുരപാതീനേഴിന് ലങ്കി മാറിയും നോളെ 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 മധുവന പൂവല്ലേ നറുനിലാപ്പൂമോളല്ലേ മധുരപാതീനേഴിൻ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും ആഹാ ലങ്കി മാറിയും നോളെ ദിനവിലെ തിളക്കമായി വിരിയുന്ന മലരെ കരളിനെ കടലിനെ ഉണർത്തുന്ന കതിരെ മണിമുത്ത് വിതറും ചിരിക്കുന്ന സരസെ കരളിനെ ഉണർത്തുന്ന മലരെ കരളിലെ കടലിനെ ഉണർത്തുന്ന കതിരെ പൂമാരൻ നിനക്കീത വരുന്നു മോളെ മുഹബത്തിൻ കുളിരുമായി ഇതാ വരുന്നേ മധുവർണ്ണ പൂവല്ലേ നറുനിലാപ്പൂമോളല്ലേ മധുരപാതീനേഴിൻ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ
പാട്. മവിളിലെ കരളിലെ മധുഗണി തെടുഗണി തെളി പുതുതാരം കാരം കാട്ടി നിറ നെഞ്ചിൽ വിരിഞ്ഞു മധുവണ്ണൻ മരുണങ്ങൾ കിനാവതിൽ തെളിഞ്ഞു കവിളിലെ കരളിലെ മധുഗണി തിരിഞ്ഞു പുതുതാരം കാരം കാട്ടി നിറ നെഞ്ചിൽ വിരിഞ്ഞു മധുവമ്മൻ തരുണങ്ങൾ കിനാവതിൽ തെളിഞ്ഞു പൂമാരൻ നിനക്കീതാ വരുന്നു മോളേ ഇതാ വരുന്നേ മധുവർണ്ണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുരപാനേഴിൻ ലങ്കി മാറിയുന്നോൾ ലങ്കി 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 മാറിയുന്നോളെ ലങ്കി 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 മാറിയുന്നോളെ ലങ്കി 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 മാറിയുന്നോളെ ലങ്കി 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 മാറിയുന്നോളെ. पहला प्यार है, पहली पहली बार है, पहला पहला प्यार है, पहली पहली बार है, जानेगी भी अंजना कैसा मेरा प्यार है, पहला पहला प्यार है, पहली पहली बार है. 30,000 രൂപയിലധികം നമ്മുടെ ഈ വാർഷികാഘോഷങ്ങളുടെ നടത്തിപ്പിലേക്ക് വേണ്ടി സമാഹരിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ സതീഷ് KP ആണ് ഈ സമ്മാനത്തിന് അർഹനായിരിക്കുന്നത്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് സതീഷ് ഏട്ടനെയും അതുപോലെ തന്നെ ഉപഹാരം കൈമാറുന്നതിന് ഞങ്ങളുടെ PTA ഭാരവാഹികളെയും ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എന്തായാലും സാറ് പറഞ്ഞത് ശരി തന്നെയാണ്. ഏറ്റവും ഈ സമ്മാനം കരസ്ഥമാക്കാൻ ഏറ്റവും അർഹതപ്പെട്ട വേദി എന്ന് പറയുന്നത് തന്നെയാണ്. എന്നെ അതിലേക്ക് എത്തിച്ചത് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ 89 ബാച്ചാണ് നമുക്ക് ആ കൂപ്പൺ വിൽക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത്. ആ ബാച്ചിൽ നമ്മൾ ആവശ്യപ്പെട്ടനുസരിച്ച് എല്ലാവരും അത്രയും സഹകരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പ്രൈസ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് പരിചയമുള്ള നമ്മുടെ സ്നേഹസമ്പന്നനായിട്ട് നാട്ടുകാരും. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. എൻ്റെ പേര് സാദിഖ്. നിങ്ങളെന്നെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പേര് നിസാർ AP. ഞാൻ മൂവാറ്റുപുഴയ്ക്കടുത്ത് രണ്ടാർകരയിലാണ് താമസം. എൻ്റെ പേര് ഷെറിൻ. രാവിലെ വന്നപ്പോൾ എല്ലാവരും പേഴ്സണലായിട്ട് പരിചയപ്പെട്ടാണ്. ഓരോരുത്തരുടെ അടുത്ത് പോയി നേരിട്ട് പറഞ്ഞു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. സുദർശൻ, ഒരു ഭാര്യയും 2 കുട്ടികളും. എൻ്റെ പേര് ബഷീർ. എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ചാലക്കലാണ്. എൻ്റെ പേര് അനീസ് എന്നാണ്. എനിക്ക് 3 മക്കളാണ്. ചാഞ്ചാടുണ്ണി ചാരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി ത്തിൽ പാടണ പാട്ടു കേട്ട് നീ ഉറങ്ങ്.
കീറിപ്പാറി മുഷിഞ്ഞൂരുടുപ്പിൽ ഏറെ നാളായി ഞാൻ നാണം മറച്ചു. എത്തീമെന്നെന്നെ പലരും വിളിച്ചു. എത്ര രാവിൽ വിശപ്പ് സഹിച്ചു. എത്തീമെന്നെന്നെ പലരും വിളിച്ചു. എത്ര രാവിൽ വിശപ്പ് സഹിച്ചു. വജ്രന്റെ തുടുപ്പിലും കാണാം വരനെ കരവിരുത്. മഗ്‌രിബിൻ കവിളിലും കാണാം മായാത്ത നിറവ്. വാനിൽ വിധാനിച്ച താരകപ്പൂക്കൾ ആഴിത്തിരമാല പോലെ കാത്തു നിന്നേൽക്കാൻ പീലിച്ചെറുത്തൂവൽ വീശി കാറ്റിലാടി നീങ്ങാ കനിയേ നീയൻ കനവിതളായി നീവ നിധിയേ മടിയിൽ പുതുമലരായി വാ. പൂമുത്തോളെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി. ആരീരാരം ഇടരല്ലേ പടിമുത്തേ കൺമണി. रोशनी मिली अब राह में है एक दिलकशी सी बरसी. हर खुशी मिली अब जिंदगी पे है जिंदगी सी बरसी. अब जीना हमने सीखा है. याद है कल आया था वो पल जिसमें जादू ऐसा था. हम हो गए जैसे नहीं वो पल जाने कैसा था. कहीं दिल के जाओ उधर ही तो जहाँ भी लेके जाए आरज़ू. ओहो जो भी हो सो जो भी हो सो उड़े. जो भी हो सो उड़े.
जो भी हो सो हो